കോസ്റ്റ് ഗാർഡിന്റെ 49ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സൈക്കിൾ റാലി 1860 കിലോമീറ്റർ പിന്നിട്ട് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് കേന്ദ്രത്തിൽ സമാപിച്ചു. 20 പേരടങ്ങുന്ന കോസ്റ്റ് ഗാർഡ് സംഘം പശ്ചിമതീരം വഴിയാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത്. ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ 20 സൈക്ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന പരിവേഷണ സംഘം ഫെബ്രുവരി 2-ന് ദമാനിൽ നിന്നും സൈക്കിൾ റാലി ആരംഭിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങൾ കടന്ന് 1860 കിലോമീറ്റർ സഞ്ചരിച്ച് വിഴിഞ്ഞം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ എത്തിയത്. വിഴിഞ്ഞത്തെത്തിയ റാലി അംഗങ്ങളെ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ സ്വീകരിച്ചു. സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. കോസ്റ്റ് ഗാർഡ് നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിക്കുന്ന, ഭാരതത്തിൻ്റെ മുക്കാൽ ഭാഗം കടലാണല്ലോ, അപ്പോൾ കൂടുതലും കോസ്റ്റ് ഗാർഡിൻ്റെ സംരക്ഷണയിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ നൽകുന്നു. ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ഞാൻ. തീരസുരക്ഷയും ദേശീയബോധവും ഉയർത്തുകയാണ് പര്യടനത്തിന്റെ ലക്ഷ്യമെന്ന് കോസ്റ്റ് ഗാർഡ് കേരള മാഹി ഡിസ്ട്രിക്ട് കമാൻഡർ DIG N രവി റാലിയിൽ പങ്കെടുത്തവരെ അനുമോദിച്ച് സംസാരിച്ചു. All the cyclists had shown tremendous determination, unity, commitment, and tremendous courage is required to culminate on this 1860 kilometers. The event was safe and secure, and it has brought in a lot of fame and name to the Coast Guard service as such. We, the sentinels of the sea, always are proud to secure and provide surveillance at the sea. കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് സോമിനാഥൻ യാത്രാനുഭവം പങ്കുവച്ചു. It was a very smooth journey for all the cyclists. During this cycle journey, we visited various fishing hamlets. We met the fishermen. We had interaction with them, and it was so kind of the fishermen. I'd also like to thank all the general public who had motivated us all through the way and kept cheering us for the entire route. Last but not least, I'd like to thank all the families who has supported us. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ G ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചിരുന്നു. ഇവിടെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ വിഴിഞ്ഞത്ത് ഞങ്ങൾ ഇവർക്ക് ഈ ടെർമിനേഷൻ്റെ സ്വീകരണം കൊടുത്തതാണ്. അപ്പോൾ ഇവരെ കൊൺഗ്രാജുലേറ്റ് ചെയ്ത് ഇവിടെ വന്ന ചീഫ് ഗസ്റ്റിനും പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്ത്യയുടെ തീരങ്ങൾ സംരക്ഷിക്കുന്നതിൽ സാമൂഹിക പങ്കാളിത്തത്തിന്റെ നിർണായക പങ്ക് ഊന്നിപ്പറയുന്നതാണ് ഈ യാത്ര. സമാപന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരസേന, വ്യോമസേന, NCC എന്നിവയിലെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. L. മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.